ഇടുക്കി ചിത്തിരപുരത്തിന് സമീപം മണ്ണിടിഞ്ഞ അപകടം. മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജോസൽ സെബാസ്റ്റ്യൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ജോസൽ, നിലവിൽ എന്താണ് സാഹചര്യം? രക്ഷാപ്രവർത്തനം ഏത് നിലയിൽ നടക്കുന്നു? തീർത്തും വേദനാജനകമായ ഒരു വാർത്തയാണ് ഇടുക്കി ചിത്തിരപുരത്തിന് വരുന്നത്. അവിടെ റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടയിലാണ് മണ്ണിടിഞ്ഞ് വീണ് അപകടം ഉണ്ടായത്. ആ മണ്ണിനടിയിൽ രണ്ടാളുകളാണ് കുടുങ്ങിയിരുന്നത്. അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെല്ലാം സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരും മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനച്ചാൽ ശംഖുപടി സ്വദേശി രാജീവൻ മറ്റക്കര, അതുപോലെ തന്നെ ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവര് ഇത്തരത്തിൽ റിസോർട്ടിന്റെ സൈഡ് കെട്ട് അതായത് സംരക്ഷണ ഭിത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വലിയ ഉയരത്തിൽ നിന്ന് ഈ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. അതിന് ഏതായാലും ഇവർ മാത്രമല്ല, നിരവധി തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ മണ്ണ് ഇടിഞ്ഞ ഈ കെട്ടിയ സംരക്ഷണ ഭിത്തി അടക്കം താഴോട്ട് ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റുള്ള തൊഴിലാളികളൊക്കെ ഓടി മാറിയെങ്കിലും ഇവർ ഈ മണ്ണിന്റെ അടിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൃതദേഹമൊക്കെ പലതായി ചിന്നിച്ചേറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വളരെ ഗുരുതരമായ രീതിയിൽ വലിയ ഉയരത്തിൽ നിന്നാണ് ഇത്തരത്തിൽ കല്ലും മണ്ണുമെല്ലാം ഈ രണ്ട് തൊഴിലാളികളുടെയും മുകളിലേക്ക് വന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നുമെല്ലാം ഫയർഫോഴ്സ് സംഘവും എല്ലാം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തെരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അസിത, ജോസിൽ, ഈ ദൃശ്യങ്ങളിൽ തന്നെ ജോസിൽ പറഞ്ഞതുപോലെ അത് എത്ര വലിയ പൊക്കത്തിൽ നിന്നാണ് ഈ മണ്ണിടിഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാം. വലിയ പൊക്കമുണ്ട് ഈ മേഖലയ്ക്ക്. ഇവർ സംരക്ഷണ ഭിത്തിയുടെ പണി നടന്നെടുത്ത് മറ്റാരും മണ്ണിനടിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടുകയായിരുന്നല്ലേ? ഇവർ രണ്ടുപേർ മാത്രമാണോ അപകടത്തിൽപ്പെട്ടത്? തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ബാക്കിയുള്ള തൊഴിലാളികളെല്ലാം സംഭവത്തിൽ നിന്ന് ഓടി പെട്ടെന്ന് മാറാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഈ രണ്ടു പേർക്ക് ഈ അപകടത്തിൽ പെട്ടുപോവുകയാണ് ചെയ്തത്. മണ്ണിന്റെ വലിയ കല്ലും മണ്ണുമെല്ലാം പെട്ടെന്ന് ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ ഇവരുടെ മുകളിലേക്ക് ഈ കല്ലും മണ്ണുമെല്ലാം വീണ് അപകടം സംഭവിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടുപേരെയും അവരുടെ മൃതദേഹം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. മഴയാണോ ജോസൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണം? ഇപ്പോൾ ദൃശ്യങ്ങളിലും ചെറിയ മഴ പെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസങ്ങളെ തുടർന്ന മഴയാണോ മണ്ണിടിച്ചിലേക്ക് നയിച്ചത്? തീർച്ചയായും ഇടുക്കിയിലെ ഭൂമിശാസ്ത്രപരമായ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ അതിപ്പോ വലിയ കനത്ത മഴയാകണമെന്നില്ല. തുടർച്ചയായി മഴ ഉണ്ടാകുമ്പോൾ ഈ മണ്ണിനുള്ളിൽ വെള്ളം നിൽക്കുകയും പിന്നീട് മണ്ണിടിച്ചിലിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയും രാവിലെ മുതലൊക്കെ ചാറ്റൽ മഴ, ശക്തമായ മഴയല്ല പക്ഷെ ചാറ്റൽ മഴ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാവാം പിന്നെ ഈ മണ്ണ് എടുത്തിട്ട മണ്ണ്, ഇളക്കിയ മണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കല്ല് കെട്ടുന്നതിന്റെ ഇടയിൽ ഉണ്ടായ അപകടം സംഭവിച്ചതാണോ എന്നുള്ളതും ഇനി പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. അതെല്ലാം വിദഗ്ധരായ ആളുകൾ ഒക്കെ ഇനി പരിശോധന നടത്തേണ്ട കാര്യമാണ്. ഏതായാലും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. ഈ രണ്ടുപേരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായി ഇപ്പൊ 1 മണിക്കൂറോളം പിന്നിട്ടു ഈ അപകടം കഴിഞ്ഞിട്ട്. ഏതായാലും ഈ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഫയർഫോഴ്സ് സംഘമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ രണ്ടാളുകളും ഈ മണ്ണിന്റെ അടിയിൽ വലിയ പാറക്കെട്ടുകളുടെയും അതുപോലെ തന്നെ മണ്ണിന്റെയും ഇടയിൽ ആയിരുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ JCB ഒക്കെ സ്ഥലത്ത് എത്തിച്ചാണ് ഈ മണ്ണ് മാറ്റി ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശരീരമെല്ലാം ചിതറിപ്പോകുന്ന രീതിയിലുള്ള അത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ്, കല്ലിന്റെ ഇടയിലൊക്കെയുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ നടന്നത്. ഏതായാലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള സങ്കടകരമായ വസ്തുത അവശേഷിക്കുകയാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് അപാകതകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയും അന്വേഷണത്തിലൂടെ മാത്രമാണ് വ്യക്തമാകുന്നത്. ശരി, ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണിടിഞ്ഞാണ് 2 തൊഴിലാളികൾ മരിച്ചത്. ഇടുക്കിയിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസൽ.